ഒരു പെണ്ണ് അള്ളാഹുവിൽ തൻ്റെ കുട്ടിയെ തവക്കുലാക്കിയപ്പോൾ നൽകിയ ചീരനെയാണ് സംസം വെള്ളം. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു എന്നാണ്. സംസം വെള്ളം എന്തിനെല്ലാം കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്ന് ഷഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റും. അങ്ങനെയാണ്. ഗൾഫിൽ നിന്ന് സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും കൊടുന്നോളി, വേണ്ടാന്നല്ല കേട്ടോ. ബാപ്പാൻ്റെ ദണ്ണം ഇവിടെ മാറാൻ സൗദിയിലുള്ള മകൻ അവിടെ കുടിച്ചാൽ മതി. കാരണം എന്തേ, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു എന്നാണ്. എന്തിനു കുടിച്ചോ അതിന് പറ്റുന്നതാണ്. പെരപ്പണി തീരാൻ കുടിച്ചാൽ അതിന് പറ്റും. കടം വീടാൻ സംസം വെള്ളം കുടിച്ചാൽ അതിനും പറ്റും. ബാപ്പാൻ്റെ ദണ്ണം മാറാൻ മക അവിടുന്ന് കുടിച്ചാൽ അതിനും പറ്റും. ഇമ്മാൻ്റെ ദണ്ണം മാറാൻ മോന് സൗദിയിൽ നിന്ന് കുടിച്ചാൽ മതി, അതും പറ്റും. എന്തിനും പറ്റുന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അതിൻ്റെ പിന്നിൽ? ഒരു സ്ത്രീ തൻ്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചതാണ്. ഇതാണ് തവക്കുലിൻ്റെ റിസൾട്ട് പറഞ്ഞത്. ഞമ്മക്ക് എങ്ങനെ റിസൾട്ട് ഇല്ലാത്തതിന് കാരണം ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അള്ളാഹ് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആർക്കും കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ആദ്യം എന്തുവാണ് വെച്ചാൽ, ഇതൊക്കെ ശരിയാവണമെങ്കിൽ തവക്കുലിൻ്റെ ഒരു ദിക്റുണ്ട്, അൽഹംദുലില്ലാ. അതാദ്യം കൽബിൽ ഉറക്കണം. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു എന്നത് കൽബിൽ ഉറക്കണം. നമുക്കൊരാൾ ഒരു 25,000 റുപ്യ തന്നു എന്ന് വിചാരിക്കാം. ഒരാളിങ്ങനെ വന്നുകൊണ്ട് കീശയിലിട്ടെന്ന് ഒരു 25,000 റുപ്യ. നമ്മളെന്താ പറയുക? അൽഹംദുലില്ലാ എന്നാ പറയാം. ഹംദ് കൽബിലുറക്കുക എന്നാണ് അതിന് പറയാം. അൽഹംദുലില്ലാ കൽബിലുറക്കണം. നമുക്ക് പലപ്പോഴും അത് ഉറക്കണില്ല. അൽഹംദുലില്ലാ കൽബിലുറക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ഓർമ്മയുണ്ടായാലാണ് അൽഹംദുലില്ലാ കൽബിലുറക്കുക. നിഖ്മത്ത് ഓർമ്മയുണ്ടായാൽ ഹംദ് കൽബിലുറക്കൂല. ഞമ്മക്ക് നിഖ്മത്താണ് ഓർമ്മ ഉള്ളത്, നിഅമത്ത് ഓർമ്മയില്ല. മനുഷ്യന്മാരെ, പഠനക്കാരെ, ഞങ്ങളുടനല്ലേ ഇപ്പം പറയണത്? അല്ല, ഞങ്ങളുടനല്ലേ ഇപ്പം വയത് പറയണത്? പഠിച്ച റബ്ബേ, ഞങ്ങളുടനല്ലേ വയത് പറയണത്? ആ, ഞാൻ കരുതി ഞാൻ വേറെ പോയി പറയാനാണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഈ വയത് നോക്കാതെ മനസ്സിലാവില്ല കേട്ടോ. ഇതിങ്ങോട്ട് നോക്കിക്കോളി, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ വേറൊരു വയതുണ്ട്, നിങ്ങൾ നോക്കിയില്ലെങ്കിലും കണ്ണൊക്കെ ചിമ്പിയിട്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങളെല്ലാവരും വേഗത്തിൽ പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, കഴിവുള്ളവരെ ഹജ്ജിന് പോകണം, സക്കാത്ത് കൊടുക്കണം, സ്വതക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ണിമ്പിയാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം കണ്ണ് തുറന്നു നോക്കിയാൽ മൈക്കക്കാരൻ മാത്രമേ ഉണ്ടാവും. നടക്കൂല. ആ വയത് ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം. അങ്ങനെയാണ്. നിങ്ങൾക്ക് വേറെ പരിപാടിയാണെങ്കിൽ ഞാനും അതിൻ്റെ ഒപ്പം കൂടും. അതാണ് പരിപാടി. അതെപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളി. റേഞ്ച് വിട്ട് പോകരുത്. മദ്രസൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് റേഞ്ച് വിടരുത്. നല്ല അടിപൊളി 4 കട്ട റേഞ്ചിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ശരിയാവും അതിൻ്റെ സംഗതി. ഈ ക്ലാസ്സിന് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് നമുക്ക് ചില തീരുമാനം ഉണ്ടാവണം. എന്നാലും എനിക്കും കാര്യമുണ്ട്, നിങ്ങൾക്കും കാര്യമുണ്ട്. ഒരു ഏകദേശം ഒരു 6.5-7 മണിക്കൂർ ഓടിയിട്ടാണ് ഞാൻ വരുന്നത്. ഇത് നമുക്ക് 2 കൂട്ടർക്കും കാര്യം കിട്ടണമെങ്കിൽ ഈ വയത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സദസ്സിൽ വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചില തീരുമാനം എടുക്കണം. എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ കാര്യം? അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകണം. എന്തേ നമ്മൾ തോറ്റതിൻ്റെ കാരണം? എന്താ നമ്മൾ വിജയിക്കാത്തതിൻ്റെ കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മളെ തീരുമാനം ശരിയല്ലാത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളം, ലോകത്തിലെ 1ാമത്തെ വെള്ളം നബി തങ്ങളുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. 2ാമത്തെ വെള്ളം വഅഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസറു ഫാനൈലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുറു. അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും നല്ല വെള്ളം മുത്തുനബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ്. പക്ഷെ കിട്ടാനില്ല. കിട്ടിയവർക്ക് കിട്ടി, ഇനി കിട്ടാനില്ല. ഇതാണ് ലോകത്തെ ഏറ്റവും നല്ല വെള്ളം. 2ാമത്തെ വെള്ളം സംസമാണ്. എന്തേ അതിൻ്റെ പിന്നിലെ രഹസ്യം?
ഒരു സ്ത്രീ തൻ്റെ കൽബിനെ അള്ളാഹുവിലേക്ക് അർപ്പിച്ചതാണ്. അള്ളാഹ് എന്തേലും ഒരു വഴി ഉണ്ടായിക്കോളും എന്ന് തീരുമാനിച്ചതാണ്. അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ഇവിടെ ആക്കി പോണത്, അതിന് അള്ളാഹു തആല ഒരു തീരുമാനം ഉണ്ടാക്കും. ഇതല്ല യുളയ്യുനല്ലാഹ് എന്ന് പറഞ്ഞു ഭർത്താവിനോട്. അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇവിടെ ആക്കണേ വെച്ചാൽ ഒരു പ്രശ്നമില്ല, അള്ളാഹു ഞങ്ങളെ വെറുതെ ആക്കൂല പറഞ്ഞു. ആ വെറുതെ ആക്കാതിരുന്ന വെള്ളാണ്. തൻ്റെ മകന് വേണ്ടി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരു തുള്ളി വെള്ള ചോദിച്ചത്. ഒരു തടാകം വെള്ളമല്ല ചോദിച്ചിട്ടുള്ളത്, ഒരു തുള്ളി വെള്ളമാണ് ചോദിച്ചിട്ടുള്ളത്. ആ വെള്ളം കഴിഞ്ഞ ഹജ്ജ് സീസണിൽ പത്രത്തിൽ വന്നിരുന്നു. ഒരു സെക്കൻഡിൽ 6000 ലിറ്ററാണ് പമ്പ് ചെയ്യണത്. ഒരു സെക്കൻഡിൽ 6000 ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളിയാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം തരുമെന്നാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ചോദിച്ചത്. എന്തേ കൊടുക്കാനുണ്ടായ കാരണം എന്നതിൻ്റെ ഉത്തരം ഹാജറ ബീവിയുടെ ഖൽബ് അള്ളാഹുവിൽ അർപ്പിച്ചിരുന്നു എന്നതാണ്. ഇതന്നെ സംഗതി. അതിന് നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും നേരാവും, നമ്മളെ സമൂഹവും നേരാവും, നമ്മളെ നാടും നേരാവും, എല്ലാവരും നേടാവും. ഈ ഒരു മനസ്സിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ആ മനസ്സ് ആർക്കെല്ലാണ്ടോ അവൻ വിജയിച്ചിട്ടുണ്ട്, അവൻ വിജയിക്കുകയും ചെയ്യും. അതാണ് ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതന്നെ സംഗതി. അമ്പിയാക്കളിൽ നമുക്കത് ധാരാളമായിട്ട് കാണാൻ പറ്റും. പിന്നെ പറഞ്ഞത് ഫനൈലു മിസ്റ എന്നാണ് മൂന്നാമത് പറഞ്ഞത്. ഒന്നാമത്തേത് മീൻ ബൈനി ഇസ്ബാഇൻ നബി, നബിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് സംസം വെള്ളം, ഹാജറ ബീവിക്ക് ഇസ്മായിലിനും കിട്ടിയത്. മൂന്നാമത്തേത് ഫനൈലു മിസ്റ, മിസ്റിലെ നൈൽ നദിയിലെ വെള്ളത്തിനാണ് പിന്നെ പ്രാധാന്യമുള്ളത്. എന്താ അതിന്റെ കാരണം? അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്നത് തന്നെയാണ്. സയ്യിദുന മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതാണ്. ആ മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരുന്നു എന്നതാണ്. സംഭവം എന്താ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം ലഅനത്തുല്ലാഹി അലൈഹി ആയ ഫിർഔനിലാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. ഫിർഔനിലാ പ്രബോധനം നടത്തിയത്. ഫിർഔനോട് ദീൻ പറഞ്ഞു, ഓ വന്നില്ല, വരാൻ തയ്യാറുമില്ല. പക്ഷേ അവൻ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെ അതിശക്തമായി പീഡിപ്പിച്ചു. അവസാനം അവരിൽ നിന്ന് രക്ഷ നേടാൻ ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളെയും കൂട്ടി, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളെയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്, ഫിറഔനിൻ്റെ അനുയായികളെയാണ് ഖിബ്തികൾ എന്ന് പറയുന്നത്. ബനു ഇസ്രായേലരെയും കൂട്ടിയിട്ട് നടന്ന് യാത്ര പോകാൻ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം അന്ന് കൊണ്ടുപോയ ആ ബനു ഇസ്രായേൽ അല്ലട്ടോ ഇന്നത്തെ ഇസ്രായേൽ പറഞ്ഞത്. ഇന്നത്തെ ഇസ്രായേൽ അതല്ല. ഇന്നത്തെ ഇസ്രായേലിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ കുടിയേറി പാർത്ത ഇസ്രായേലാണ്. അത് ഫലസ്തീൻ്റെ ഭാഗമായുള്ള ഒരു നാട്. അതിനെ പകുതിയാക്കിയിട്ട് ഒരു പകുതിയിൽ അവർ താമസിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനവിഭാഗമായ ബനു ഇസ്രായേൽ അല്ലാതെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയായ ബനു ഇസ്രായേലും അല്ലാതെ ആ സമൂഹം ഇന്ന് നിലവിലില്ല. അവർ നശിച്ചു, അവർ പിന്നെ മരണപ്പെടുകയും ആ തറവാടും ആ കുടുംബവും ആ ബന്ധവും ഇല്ലാതെയായി പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുക.